ക്യാൻസർ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ കീമോ മാത്രം എന്ന് മനസ്സിൽ വരാറുണ്ട്. ഇന്ന് ക്യാൻസർ ചികിത്സയിൽ പുതിയ പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പ്രിസിഷൻ ഓങ്കോളജി. ഒരു രോഗിയുടെ ട്യൂമർ ജീനുകൾ പരിശോധിച്ച് അവയ്ക്ക് ഫലപ്രദമായ മരുന്ന് ഏതൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. അത് നമുക്ക് രോഗിക്ക് കൂടുതൽ ഫലപ്രദമായ ചികിത്സ നേടാൻ സാധിക്കുന്നു. ഇതാണ് പ്രിസിഷൻ ഓങ്കോളജി എന്ന് പറയും. രണ്ടാമതായി ഇമ്മ്യൂണോതെറാപ്പി. ഒരു രോഗിയുടെ പ്രതിരോധ ശേഷി, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഉപയോഗിച്ച് ആ ക്യാൻസർ കോശങ്ങളെ ആക്രമിക്കാൻ സഹായിക്കുന്നതിന് ഉള്ള മരുന്നാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് പല രോഗികളിലും വർഷങ്ങളോളം തന്നെ രോഗനിയന്ത്രണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. മൂന്നാമതായി ആൻറ്റിബോഡി ഡ്രഗ് കോൺജുഗേറ്റ് അല്ലെങ്കിൽ ADC. ക്യാൻസർ കോശങ്ങളെ കണ്ടുപിടിച്ച് അവിടെ മാത്രം മരുന്നെത്തിക്കുന്ന ഒരു തരം സ്മാർട്ട് കീമോതെറാപ്പിയാണ് ഈ ADC എന്ന് പറയുന്നത്. നാലാമതായി mRNA ക്യാൻസർ വാക്സിൻസ്. ഓരോ രോഗിയുടെയും ക്യാൻസറിനെ തിരിച്ചറിയാൻ പരിശീലിപ്പിക്കുന്ന വ്യക്തിഗത ക്യാൻസർ വാക്സിനുകളാണ് ഈ mRNA ക്യാൻസർ വാക്സിൻസ്. ഇപ്പോൾ ഗവേഷണ ഘട്ടത്തിലാണെങ്കിലും ഭാവിയിൽ ഫലപ്രദമായ ചികിത്സ നമ്മൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അതുകൊണ്ട് ക്യാൻസർ ചികിത്സ ഇന്ന് കീമോതെറാപ്പി മാത്രമല്ല, ഇന്ന് നമുക്ക് ഫലപ്രദമായ പല ചികിത്സയും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു പുതിയ കാലഘട്ടമാണ് ഇത്.